ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉലുവ ചീര തോരൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഉലുവ ചീര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂത്ത തണ്ടുകൾ ഒഴിവാക്കി ഇളയ തണ്ടും ഇലയുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഉലുവ ചീരക്ക് ചെറിയൊരു കയ്പ്പ് രുചിയാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് മൂത്ത തണ്ട് മാക്സിമം ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരല്പം ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. തോരൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീര പെട്ടെന്ന് വേവും. ആവശ്യമുള്ള അത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചീര നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ ചീര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.